نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ രോഗികളായി കഴിയുന്ന ആളുകൾ, നമ്മുടെ മുൻ പ്രസിഡന്റ് ജമാൽ ഹാജിത്തിരി പ്രയാസകരമായ അവസ്ഥയിൽ ആശുപത്രിയിലാണ്. അള്ളാഹു എത്രയും വേഗം അദ്ദേഹത്തിന് സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രപഞ്ചനാഥനായ അള്ളാഹു നമ്മോട് എത്ര സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ്, ദയാവായ്പുള്ളവനാണ്. അനേകം ആയത്തുകളിൽ ആ ആയത്തുകൾ അവസാനിപ്പിക്കുന്നത് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അള്ളാഹു അവൻ്റെ ദാസന്മാരോട് അങ്ങേയറ്റം കൃപയുള്ളവരാകുന്നു. ഇന്നല്ലാഹ ബിന്നാസി റഊഫുർ റഹീം എന്ന് കാണാൻ ചില ആയത്തുകൾ അവസാനിക്കുമ്പോൾ നിശ്ചയമായും അള്ളാഹു ജനങ്ങളോട് കൃപയുള്ളവനും കരുണയുള്ളവനുമാകുന്നു. ഇത് തിരിച്ചറിയാതെ പോകുന്നതാണ് മനുഷ്യർക്ക് സംഭവിക്കുന്ന അങ്ങേയറ്റത്തെ പരാജയം. ആ റബ്ബിൻ്റെ കാരുണ്യം ആശിക്കാതിരിക്കുകയും റബ്ബിൻ്റെ അനുഗ്രഹം തേടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ എത്ര വലിയ നിർഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ റബ്ബിൻ്റെ കാരുണ്യം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലഭിക്കാൻ അള്ളാഹു കൊതിക്കുന്നു. അള്ളാഹ് കൊതിക്കുന്നു. എൻ്റെ ദാസന്മാർ എൻ്റെ കാരുണ്യം ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ നന്മ കൊതിക്കുകയും അതിനെന്നോട് തേടുകയും ചെയ്യണമെന്ന് കൊതിക്കുന്നത് അള്ളാഹുവാണ്. സൂറത്ത് അൽ-ബഖറയിലെ 201-ാമത്തെ വചനം, വമിൻഹും മൻ യഖൂലു, അള്ളാഹ് പറയാണ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവരിങ്ങനെ പ്രാർത്ഥിക്കും, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. നാഥ, ഞങ്ങൾക്ക് ദുനിയാവിൽ
നന്മ നൽകണേ, ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ നൽകണേ. വഖിനാ അദാബന്നാർ, ഞങ്ങളെ നീ ആ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. നാം എവരെയും അള്ളാഹു നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിൽ ആഖിറത്തിലും അള്ളാഹു നമുക്ക് നന്മ ചൊരിഞ്ഞു തരുമാറാകട്ടെ. ഇത് നമ്മളുടെ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് നമസ്കാര ശേഷവും അല്ലാത്തപ്പോൾ. ഈ പ്രാർത്ഥന എങ്ങനെ വന്നു എന്നത് നാം അറിയണം. പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചെന്നതാണ്. നമ്മളെ ചേർത്ത് നിർത്തുകയാണല്ല, തെറ്റിപ്പോകാതെ അള്ളാഹുടെ കരുണയിൽ അകപ്പെടാൻ വേണ്ടി അള്ളാഹ് ചേർത്ത് നിർത്തുകയാണ് ദാസന്മാരെ. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇങ്ങനെ പറയുന്നു എൻ്റെ ദാസന്മാർ, എൻ്റെ ദാസന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഈ ആയത്തിറങ്ങുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഹജ്ജിൻ്റെ വിഷയം പറയുന്നിടത്താണ് ഈ വിഷയം പറയുന്നത്. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞെന്താണെന്നറിയോ? ഫൈദാ ഖളൈതും മനാസിക്കക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം. കദിക്രിക്കും ആബാക്കും, നിങ്ങളുടെ പൂർവീകരെ സംബന്ധിച്ച് ഉപ്പ വല്യപ്പമാരെ പറ്റി നിങ്ങൾ പുകഴ്ത്തി പറയാറുണ്ടല്ലോ, പൈതൃകം എടുത്തു പറയാറുണ്ടല്ലോ. ഔ അശദ്ദ ദിക്റ, അതിനേക്കാൾ കഠിനമായി അല്ലാഹുവിനെ നിങ്ങൾ ദിക്ർ ചെയ്യണം. വമിനന്നാസി, എന്നിട്ട് അള്ളാഹു പറയുന്നു, മനുഷ്യരിൽ ചിലരുണ്ട്, മൻ യഖൂൽ, ഇങ്ങനെ പറയുന്നവർ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ, ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ലത് തന്നെ എന്ന് പറയുന്ന ആൾക്കാർ. ആഖിറം പറയില്ല, ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ലത് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവന് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടാവുകയില്ല. ഇത് പറഞ്ഞിട്ടാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം അവർ വിശദീകരിച്ചത്. മനുഷ്യന്റെ കൂട്ടത്തിൽ എന്താണ് ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജ് കഴിഞ്ഞാൽ അവര് ആ മനാസിക്കുകളൊക്കെ കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുന്നിടത്തൊക്കെ ഇരുന്ന് അവരെ ഗോത്രത്തിൻ്റെ മഹിമ, വല്യപ്പ എങ്ങനെയായിരുന്നു, ഓരോ ആ ബഹുമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലും കാണാനല്ല, ചിലര് ഇങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ വല്യപ്പ ഇങ്ങനെ ആയിരുന്നു, മറ്റാളായിരുന്നു, ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമല്ല. ആ ശൈലി അറബികളുടെ രീതിയായിരുന്നു. അള്ളാഹ് നിങ്ങൾ അള്ളാഹുടെ കാര്യം എടുത്ത് പറയൂ, നിങ്ങളുടെ വല്യപ്പാടെ കാര്യം പറഞ്ഞില്ലെങ്കിലും അതിനേക്കാൾ ശക്തമായി അള്ളാഹുവിൻ്റെ കാര്യം പറയൂ. മനുഷ്യര് ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ലത് കിട്ടണേ എന്ന് തേടുന്നവരാണ്. അവർക്ക് പരലോകത്തൊരു വിഹിതവുമില്ല. എന്നിട്ടാണ് പറഞ്ഞത് വമിൻഹും മൻ യഖൂൽ, എന്നാൽ മനുഷ്യരിൽ വേറൊരു വിഭാഗമുണ്ട്, അവര് പറയും റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അത് മുഅ്മിനീങ്ങളാണ്. ആ മുഅ്മിനീങ്ങൾ ഇങ്ങനെ പറയുന്ന അള്ളാഹ് പറഞ്ഞിട്ട് നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയിപ്പിക്കുകയാണ്. അവൻ ആലോചിക്കണ്ടേ, നമ്മളെ കൊണ്ട് നമ്മ പറയാതെ അള്ളാഹ് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അത് അള്ളാഹ് പറയിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ ദുനിയാവില് മാത്രം നന്മ ചോദിക്കുന്ന മനുഷ്യരുണ്ടാവുമോ? ചോദിക്കണ്ടല്ല, മനുഷ്യന്റെ സമീപനം ആലോചിച്ചാൽ പോരെ. ആർക്കാ പ്രശ്നം? ദുനിയാവിൽ നല്ല ഭക്ഷണം ഉണ്ടാവണം, നല്ല വസ്ത്രം, നല്ല വീട്, നല്ല വാഹനം, നല്ല സൗകര്യം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ നീക്കം മുഴുവൻ. ഈ വാക്കുപയോഗിക്കണ്ട, നമ്മുടെ സമീപനം അതല്ലേ. ദുനിയാവിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ വേണം. ഒരിക്കലും അവർക്ക് ഹലാക്ക് പരലോകത്തൊരു വിഹിതമില്ല എന്നാ പറഞ്ഞത്. ആ സമീപനമാണ്. അള്ളാഹു വെറുതെ പറഞ്ഞ 1450 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഈ സമീപനമുള്ള മനുഷ്യരെ നമുക്ക് കാണാം. മുഅ്മിനീങ്ങൾ അതിൽ പെട്ടുപോകരുത്. ദുനിയാവിൽ നന്മ ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. അള്ളാഹ് പറഞ്ഞല്ലേ, പറഞ്ഞോളാൻ, ചോദിച്ചോളാൻ. പരലോകത്ത് അതിനേക്കാൾ പ്രധാനമാണല്ലോ പരലോകം. ആ നന്മയല്ലേ നിങ്ങൾ ആദ്യം കൊതിക്കേണ്ടത്. നമ്മൾ ഈ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിത സമീപനത്തിൽ മനുഷ്യരുടെ പൊതുവായി കാണപ്പെടുന്ന മുസ്ലിം ഉമ്മത്തടക്കം
ദുനിയാവിലെ സൗകര്യങ്ങളെ കുറിച്ചാണ്. ഇനി നമ്മളൊക്കെ ദീനുള്ളവരാണ്, നമ്മളൊന്ന് ശ്രദ്ധിച്ചു, നമ്മളൊക്കെ ദീനുള്ളവരാണ്. പരലോകത്ത് കൂടി ചോദിക്കുന്നതാണിത്. നമ്മുടെ മക്കളുടെ പരലോകത്തെ പറ്റി വല്ല ചിന്ത നമുക്ക് വരാറുണ്ട്? എൻ്റെ മോൻ ദുനിയാവിൽ നന്നായി പഠിച്ച് നല്ല ഡിഗ്രി നേടി, നല്ല ഉദ്യോഗം നേടി, നല്ല പെണ്ണ് കെട്ടി, നല്ല ജോലി നേടി, സൗകര്യത്തിൽ ജീവിക്കണം. അവൻ്റെ ദീൻ എന്താണ്? അവൻ്റെ പരലോകത്ത് അവന് എന്ത് നന്മ ലഭിക്കാനാണ്? മതവിശ്വാസമുണ്ടോ? മത നടപടിയുണ്ടോ? 5 നേരത്തെ നിസ്കാരം അവനുണ്ടോ? റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നുണ്ടോ? അവളുടെയും അവന്റെയും വേഷവിധാനം എങ്ങനെ? കൊതിക്കട്ടെ, നമ്മത് പ്രാർത്ഥിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. നമ്മുടെ പ്രാർത്ഥനയിൽ അത് ആവർത്തിച്ച് വരണം. നമുക്കറിയാം, ഹജ്ജായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ, തവാഫ് ചെയ്യുമ്പോൾ റുക്കുനിൽ യമാൻ മുതൽ ഹജറുൽ അസ്വദിന്റെ മൂല വരെ ഈ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിക്കണ്ടേ. പിന്നെ 3 വശത്ത് ഇഷ്ടമുള്ളതൊക്കെ പ്രാർത്ഥിക്കാം. ഖുർആൻ ഓതാം, പ്രാർത്ഥിക്കാം. ഹജറുൽ അസ്വദ് മുതൽ 3 വശങ്ങളിൽ ഇഷ്ടമുള്ളതെല്ലാം അവളോട് പ്രാർത്ഥിക്കാം. പക്ഷേ റുക്കുനുൽ യമാന്റെ ആ മൂല മുതൽ ഹജറുൽ അസ്വദിന്റെ മൂല വരെ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥന മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ദുനിയാവ് കഴിഞ്ഞു പോകും. അതിലെ നന്മകളെ നമുക്ക് ശാശ്വതമാക്കി പിടിച്ചു നിർത്താൻ കഴിയില്ല. എന്നുമുള്ളതാണ് പരലോകം. പക്ഷേ മനുഷ്യൻ എന്നുമൊന്നുള്ള പരലോകത്തിന്റെ രക്ഷ തേടുന്നില്ല. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. നമസ്കാരത്തിലും ജുമഅക്കൊക്കെ നമുക്ക് കേൾക്കണല്ലേ. എന്നാലും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ദുനിയാവിന് തന്നെയാണ്. അല്ലാഹ് നമ്മളെ സൃഷ്ടിച്ച റബ്ബ് പറയാം, വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. പരലോകമാണ് ഉത്തമമായതും എന്നും നിലനിൽക്കുന്നതും പരലോകമാണ്. അങ്ങനെ ദുനിയാവിന്റെ നന്മ മാത്രം ലക്ഷ്യം വെച്ചാൽ അവരെ പറ്റി അല്ലാഹ് പറയുന്നു, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. ദുനിയാവിലെ നന്മ കിട്ടാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ വേഗത്തിൽ നാം അവന് കൊടുക്കും. നാം ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ വളരെ വേഗം ദുനിയാവിലെ നന്മ കൊതിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് നാം ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ച പോലെ വേഗം കൊടുക്കും. പക്ഷേ സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. ദുനിയാവ് മാത്രം തേടിയവന് ദുനിയാവ് കിട്ടിയാലും നാളെ പരലോകത്ത് കത്തിജ്വലിക്കുന്ന നരകത്തിൽ ആട്ടപ്പെട്ടവനായി ആക്ഷേപിതനായി കടന്നെരിയുന്നതാണ്. റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വമൻ അറാദൽ ആഖിറത, ആര് പരലോകത്തെ ലക്ഷ്യം വെച്ചുവോ, വസഅലഹാ സഅയഹാ, അതിനു വേണ്ടി അധ്വാനിച്ചോ, വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട്, ഫഉലൈക സഅയും മഷ്കൂറ, അവരുടെ അധ്വാനം അല്ലാഹു നന്ദിപൂർവ്വം സ്വീകരിക്കുന്നതാണ്. ദുനിയാവിനെ ലക്ഷ്യം വെച്ചവർക്ക് ദുനിയാവ് കിട്ടും. പക്ഷേ പരലോകത്തെ അവൻ ബന്ധിപ്പിച്ചില്ലെങ്കിൽ പരലോകത്ത് ചെല്ലാനുള്ളത് നരകമാണ്. പരലോകത്തെ ലക്ഷ്യം വെച്ച് അവിടെ എന്തു പറഞ്ഞു അല്ലാഹ്? വസഅലഹാ സഅയഹാ, വെറുതെ ധരിച്ച പോരാ, പരലോക രക്ഷക്ക് വേണ്ട ഇതെന്താണോ അത് ചെയ്യണം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്താൽ പരലോകത്ത് കൂലി കിട്ടുന്നു ധരിച്ചിട്ട് ചെയ്യണ്ട. അള്ളാഹു അതിന് ഒരു മാതൃകാ പുരുഷനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു. ആ റസൂലിൻ്റെ ചര്യകളെ പിൻപറ്റിക്കൊണ്ടുള്ള നന്മകളിലാണ് പുണ്യമുള്ളത്. റബ്ബുൽ ആലമീനായ തമ്പുരാൻ ആഖിറത്തിലും ദുനിയാവിലും നമുക്ക് നന്മ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറത്തിലെയും ദുനിയാവിലെയും
എല്ലാ ദുരിതങ്ങളിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി നമുക്ക് മാത്രമല്ല മുസ്ലിം ഉമ്മത്തും വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു രാജ്യമോ 2 രാജ്യമോ 3 രാജ്യമോ യുദ്ധം ചെയ്താലും ലോകത്തെ മുഴുവൻ മനുഷ്യരെ ബാധിക്കുന്നു എന്ന് നമുക്കറിയാം. അവിടെ നടക്കുന്ന യുദ്ധത്തിന് ഇവിടുത്തെ അടുക്കളയിൽ അത് അറിയുന്നു. മനുഷ്യജീവിതത്തിൻ്റെ ഈ പ്രപഞ്ചം, ഈ ഭൂമി മുഴുവൻ ഒരൊറ്റ ഗ്രാമമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നടക്കുന്ന യുദ്ധത്തിന് നമ്മുടെ അടുക്കളയെ ബാധിച്ചിരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റാതെ പോകുന്നു. പ്രയാസകരമായ പെരുന്നാളിന് ഉമ്മാനെയും ബാപ്പാനെയും കാണണമെന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും പോരാൻ പറ്റിയിട്ടില്ല. അള്ളാഹു നമുക്കിവിടെ ചെയ്ത് അനുഗ്രഹം കൂടി ഓർക്കണം. ഈദ്ഗാഹിലോ പള്ളിയിലോ നമുക്ക് ഒന്നിച്ചു കൂടാം. അത് പറ്റാത്ത പോകുന്ന സഹോദരങ്ങൾ, ഞാൻ രാവിലെ പെരുന്നാൾ ഖുത്ബയിൽ പറഞ്ഞ പോലെ ആ പ്രയാസങ്ങൾക്കിടയിലും ക്ഷമയോടെ റബ്ബിൻ്റെ ഹൈറിനെ റഹ്മത്തിന് പ്രതീക്ഷയോടെ അള്ളാഹു പരലോകത്തിലെങ്കിലും അതിൻ്റെ പ്രതിഫലം വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. വിശ്വാസികൾക്ക് മാത്രമേ ക്ഷമ കൊണ്ട് പരലോകത്ത് ഗുണമുള്ളൂ. പരലോകത്തിൽ അള്ളാഹു വിശ്വസിക്കാത്തത് പിന്നെ ആ പ്രശ്നം ഉദിക്കുന്നുമില്ല. അപ്പം നമ്മൾ വിശ്വാസികളായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ ധാരാളം ഉപമ പറഞ്ഞത് പരലോകത്തെയും ദുനിയാവിനെയും താരതമ്യം ചെയ്തുകൊണ്ടാണ്. ദുനിയാവിനെ പറ്റിയുള്ള ഉപമ അവർക്ക് പറഞ്ഞു കൊടുക്കൂ. ആകാശത്തുനിന്ന് വെള്ളം ഇറങ്ങിയ പോലെയാണ്. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. അൽക്കാഹിലാണ് നമ്മൾ സ്ഥിരം ഓതുന്നോണ്ട് നമുക്ക് ഓർമ്മ ഒരു ആഴ്ച കേൾക്കുമ്പോൾ ഭൂമിയിലെ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഭൂമിയിലെ സസ്യജാലങ്ങൾ ഇടകലർന്ന് അത് പച്ച പിടിച്ചാകെ പുതച്ച്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പഴുക്കും, പിന്നെ ഉണങ്ങും, പിന്നീട് കാറ്റിൽ പാറിപ്പോകുന്ന ധൂളിയായിട്ട് മാറും. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവർ. അൽ കഹ്ഫിൽ 45-ാമത്തെ ആയത്ത് ഹിന്ദി പറഞ്ഞത് മഴ പെയ്യും, ചെടികളും സസ്യങ്ങളും മരങ്ങളൊക്കെ കൊണ്ട് പച്ച പുതക്കും. പക്ഷേ പിന്നീടത് വാടും, ഉണങ്ങും, കരിയിലയാവും, വൈക്കോൽ തുരുമ്പാവും. കാറ്റ് വരുമ്പോൾ ധൂളിയായി. ദുനിയാവിൻ്റെ ഭൂമിയാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ദുനിയാവിലെ പച്ചപ്പിൽ കണ്ണ് മങ്ങിപ്പോകാതെ പരലോകത്തേക്ക് വേണ്ടി ഒരു മനസ്സിൻ്റെ കണ്ണ് എപ്പോഴും തുറന്നു പിടിക്കണം. പരീക്ഷണം നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് പരീക്ഷണങ്ങൾ വരിക. ഇനി അൽ-കാഫി തന്നെ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. മക്കളും സമ്പത്തും ഒക്കെ ദുനിയാവിലെ അലങ്കാരങ്ങളാണ്. വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. റബ്ബിൻ്റെ അടുക്കൽ ബാക്കിയാവുന്ന നന്മകളുണ്ടല്ലോ, അതാണ് സ്ഥായി ഭാവമുള്ളത്, അതാണ് പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യാശ പുലർത്തണമെങ്കിൽ റബ്ബ് സ്വീകരിക്കുന്ന കർമ്മങ്ങൾ, അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. പെരുന്നാളിന് കണ്ടുമുട്ടുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുക. ഈദ് മുബാറക് എവിടെ നിന്ന് വന്നത്?
തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നമ്മൾ ചെയ്ത അമലുകളിലെ ഇബാദത്തുകൾ അത് റബ്ബ് സ്വീകരിക്കട്ടെ എന്നാണ്. നോമ്പ് കഴിഞ്ഞിട്ട് വരില്ലേ, പെരുന്നാളിനന്ന് കാണില്ലേ, രാത്രി നിസ്കാരം ഉണ്ടായില്ലേ, ദാനധർമ്മങ്ങൾ ചെയ്തിട്ടില്ലേ, സക്കാത്ത് സദഖ ചെയ്തിട്ടില്ലേ, പാവങ്ങളെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടി ചെറുതെങ്കിലൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടില്ലേ, ഇത് റബ്ബ് സ്വീകരിക്കണേ എന്നാണ് പരസ്പരം ആശംസിക്കുന്നത്. പ്രവാചകൻ പഠിപ്പിച്ച ആശംസ അതൊക്കെ മാറി മാറി ഇപ്പോൾ വിളിക്കുമ്പോൾ ഓൺ വിളിക്കും ഈദ് മുബാറക്, അവിടെ നിന്ന് വിളി ഈദ് മുബാറക് വീട്ട്. അതൊക്കെ ഇന്നലെ ഉണ്ടായ വർത്തമാനങ്ങളല്ലേ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് നമ്മുടെ കർമ്മങ്ങൾ റബ്ബ് സ്വീകരിച്ചിട്ടേ രക്ഷപ്പെടുള്ളൂ. കർമ്മമൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്, റബ്ബ് സ്വീകരിക്കണം. അള്ളാഹു നമ്മുടെ നോമ്പും നിസ്കാരവും രാത്രി നിസ്കാരവും ദാനകർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞതും കൂടി കേൾക്കൂ. സൂറത്ത് തൗബയിൽ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ, അഫാക്കൽതും മിനൽ അർളി, ഭൂമിയിൽ കമഴ്ന്നടച്ച് കിടക്കുകയാണോ നിങ്ങൾ? ഭൂമിനെ പൊത്തി പിടിച്ചിട്ട് ഭയങ്കര തെങ്ങുണ്ട്, നെല്ലുണ്ട്, അതുണ്ട്, അതും അങ്ങനെ കെട്ടിപ്പിടിച്ച് അമർന്ന് കിടക്കുകയാണോ? അർളീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറ, ആഖിറത്തിനേക്കാൾ ദുനിയാവിനെയാണോ നിങ്ങൾ തൃപ്തിപ്പെട്ടത്? ഫമാ മതാഉൽ ഹയാത്തു ദുനിയാ ബിൽ ആഖിറതി ഇല്ലാ ഖലീൽ, പരലോകവുമായി ദുനിയാവിനെ താരതമ്യം ചെയ്താൽ അത് വളരെ ചെറുതാണ്, നിസ്സാരമാണ്. ആൾക്കാർക്ക് ഇഷ്ടമാ ചെറുതാണ്, എല്ലാവർക്കും വേണ്ടത് ചെറുതാണ്, വലുത് വേണ്ട. മുമ്പ് സൂചിപ്പിച്ചല്ലോ, റബ്ബിൻ്റെ കാരുണ്യം റബ്ബ് 100 ഭാഗമാക്കി, ഒരു ഭാഗം ഭൂമിയിലേക്ക് ഇറക്കി. 99 റബ്ബ് കാത്തുവച്ചിരിക്കുന്നു ഭൂമിയിൽ. നമുക്ക് വേണ്ടി മാത്രമല്ല, ജീവജാലങ്ങൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കുമായി റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു അംശമാണ്. സിംഹത്തിന് അതിൻ്റെ കുഞ്ഞിനോട് ഇഷ്ടം തോന്നുന്നത് വെറുതെ അല്ല. തള്ളപ്പശു പൈക്കിടാവ് അകലുമ്പോൾ കരയിൽ കയറ് പൊട്ടിക്കുകയും ചെയ്യുന്നത് വെറുതെ അല്ല, റബ്ബ് കൊടുത്ത കാരുണ്യമാണ്. തള്ളക്കോഴി പരുന്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളെ വിളിച്ച് ചിറകിൻ്റെ അടിയിലേക്ക് ഒതുക്കുന്നത് റബ്ബ് ഇറക്കിയ കാരുണ്യമാണ്. അത് കാട്ടിലെ മൃഗങ്ങൾക്കുമുണ്ട്, നാട്ടിലെ മൃഗങ്ങൾക്കുമുണ്ട്, മനുഷ്യർക്കൊക്കെ എന്ത് 100-1 99 മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാത്രം പരലോകത്തേക്ക് കാത്തുവച്ചിരിക്കുന്നു. ആർക്കും 99 ആവശ്യമില്ല. ഈ ഒന്നുമൊക്കെ അതിനൊക്കെ അടിപിടി കൂടാനാണ് ആളുകൾക്കൊക്കെ ഇഷ്ടം. മുഅ്മിനീങ്ങൾ അങ്ങനെ ആവരുത് എന്നാണ് ഈ പറയുന്നത്. അൽക്കാഫിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാം ഖിദ്ർ അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ പഠിക്കാൻ പോയത്. അള്ളാഹുടെ കൽപ്പന, നിന്റെ പഠിപ്പൊന്നും ശരിയായില്ല. അവൻ ശുഭാർക്കൊന്നുമല്ല, ഞാൻ തറക്കട എൻ്റെ പഠിപ്പൊക്കെ ഭയങ്കരം എന്നൊക്കെ ചില ആലിമീങ്ങൾക്ക് തോന്നി അഹങ്കാരത്തിലേക്ക് പോകും. അവൻ അപ്പം തലകുത്തി വീഴും. ആരും പഠിച്ച് തീരൂല. അതുകൊണ്ടാണ് മൂസാ നബിയോട് സദസ്സിൽ നിന്ന് ഒരു ശിഷ്യൻ ചോദിച്ചു, താങ്കളെക്കാൾ വിവരമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? മൂസാ നബി ഖിദ്റൊന്നും കൊണ്ട് പറഞ്ഞതല്ല, ഇല്ല എന്ന് പറഞ്ഞു. ഉണ്ടായേക്കാമെന്ന് മറുപടി പറയേണ്ടത്. കാരണം വഹി കിട്ടുന്നത് മൂസാ നബിക്കല്ല ആ കാലത്ത്. അതുകൊണ്ടാണ് മൂസാ നബി വേറെ ഒരാളെ എനിക്കറിയില്ല എന്ന് പറഞ്ഞത്. അള്ളാഹ് പിടിച്ചു, നിന്നേക്കാൾ വിവരമുള്ള ഒരു വേറെ ഉണ്ടെന്ന് പറഞ്ഞു, നീ പോയി പഠിച്ചിട്ട് വരാം. അങ്ങനെയാണ് ഖിദ്ർ അലൈഹിസ്സലാമിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്. ആദ്യം തന്നെ അവർ രണ്ടുപേരും ഒരു കപ്പലിൽ കയറുന്നു. ആ ചരിത്രം പറയാനല്ല, ആ കപ്പലിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ എന്തായാലും പറയാം, ആരൂടെന്ന മുകളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഭാഗത്ത് ഒരു കുരുവി വന്നു. ഒരു കുരുവി വന്നിരുന്നു. ഖിദ്ർ അലൈഹിസ്സലാം അത് കണ്ടു, മൂസാ അലൈഹിസ്സലാം അത് കണ്ടു, ആ കപ്പലിലെ യാത്രക്കാരൊക്കെ കണ്ടു. കൗതുകത്തോടെ എല്ലാവരും നോക്കിയിരിക്കുക. ഒരു ചെറിയ അടക്കാക്കുരുവി എന്നൊക്കെ പറയാം, ചെറുത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുരുവി കടലിലേക്ക് പറന്നു വന്നു. അതിൻ്റെ കൊക്ക്, ചുണ്ട്
വളരെ ചെറുതാണ്. ഒരു തുള്ളി വെള്ളം കൊത്തി വീണ്ടും പറന്നിരുന്നു. ഹിവർ ചോദിച്ചു, കണ്ട? അത് കണ്ട? ആ കിളി കണ്ടു. ഈ സമുദ്രത്തിലെ മുഴുവൻ ജലം പരലോകമാണെങ്കിൽ ആ കിളിയുടെ ചുണ്ടിൽ പരണ്ടതും മാത്രമാണ് ദുനിയാവ്. ദുനിയാവിനെയും ആഖിറത്തിനെയും ഒന്ന് താരതമ്യം ചെയ്താൽ ഈ മഹാസമുദ്രത്തിലെ വെള്ളം അളന്നു തീർക്കാൻ പറ്റില്ല. ആ കൊച്ചു കുരുവിയുടെ കൊക്കിൽ ഒരു തുള്ളി തികച്ചില്ല. അതാണ് ദുനിയാവ്, ആഖിറം അതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദുനിയാവിൽ സമ്പാദിക്കുന്നത് കുറ്റമല്ല, തെറ്റല്ല. ദുനിയാവിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതും കുറ്റമല്ല. അതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് അവൻ്റെ പ്രീതി നേടാൻ വേണ്ടി പരലോകത്തിന് വേണ്ടിയും പരിശ്രമിക്കണം. ഇവിടെയും അവിടെയും വിജയിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക.